ഇപ്പോൾ ഉള്ളത് രാജസ്ഥാനിലാണ് കേട്ടോ. ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറും മനോഹരമായിട്ടുള്ള കാഴ്ചകളുള്ളൊരു സ്ഥലമാണ് രാജസ്ഥാൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നേരെ പോയത് അജ്മീറിലേക്കാണ്. അജ്മീറിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീക്ക്ലി ഡയറക്റ്റ് അജ്മീറിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. അതല്ലെങ്കിൽ അഹമ്മദാബാദ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഇഷ്ടംപോലെ ട്രെയിൻ കിട്ടും. ഞാൻ അഹമ്മദാബാദ് വഴിയാണ് അജ്മീറിലേക്ക് വന്നത്. ഇവിടെ 30 രൂപയ്ക്ക് നമ്മുടെ ബാഗും സാധനങ്ങളൊക്കെ വെച്ച് ഫ്രഷായി നേരെ താരാഗഡിലേക്ക് പോയി. പിന്നീടുള്ള യാത്ര അജ്മീറിൽ നിന്ന് 3 മണിക്കൂർ സഞ്ചരിച്ചുകൊണ്ട് ദ പിങ്ക് സിറ്റി ഓഫ് രാജസ്ഥാൻ ആയിട്ടുള്ള ജയ്പൂരിലേക്ക്. ഒരുപാട് മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ അവിടുത്തെ ബിൽഡിങ്സ് ഒക്കെ പിങ്ക് കളറാണ്. ആംബർ പാലസും ഹവാ മഹലും നഹാഗർഹ് ഫോർട്ടും ജയ്ഗർഹ് ഫോർട്ടും പോലുള്ള മനോഹരമായിട്ടുള്ള ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒരുമിച്ച് കൂടിയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ 150 രൂപയ്ക്കൊക്കെ സ്റ്റേ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ വേണ്ടവരൊക്കെ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്, പോയി കാണാം. പിന്നീട് ജയ്പൂരിൽ നിന്ന് വൈകിട്ട് ദ ഗോൾഡൻ സിറ്റി ഓഫ് രാജസ്ഥാൻ ആയിട്ടുള്ള ജയ്സൽമീറിലേക്ക് ഒരു ട്രെയിൻ ഉണ്ട്. പിറ്റേ ദിവസം പുലർച്ചെയാണ് അവിടെ എത്തിയത്. അവിടെ നിന്ന് 70 രൂപ കൊടുത്ത് ഇതേപോലുള്ള ജീപ്പിൽ 40 കിലോമീറ്റർ അപ്പുറത്തുള്ള സാം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ഡെസേർട്ട് ക്യാമ്പിലാണ് എത്തിയത്. ഇവിടെ ഒരു ദിവസം 800 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതേപോലുള്ള സ്റ്റേയും ഫുഡും ഡെസേർട്ട് എക്സ്പ്ലോറിങ്ങും കൾച്ചറൽ ഷോസും ഉൾപ്പെടെ ഒരു അടിപൊളി പാക്കേജ് ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്തുള്ള സാം എന്ന് പറയുന്ന ഒരു വില്ലേജും കൂടി നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നീട് ജയ്സൽമീർ ഒരുപാട് മനോഹരമായിട്ടുള്ള കാഴ്ചകളുണ്ട്. അവിടെ നിന്ന് കഴിയുകയാണെങ്കിൽ ബ്ലൂ സിറ്റി ആയിട്ടുള്ള ജോധ്പൂർ കൂടി പോയി നിങ്ങൾക്ക് മടങ്ങാം.